5 വർഷം മുൻപാണ് പുലാമന്തോൾ സ്വദേശി ബാഹുലയൻ കുവൈറ്റിലെത്തുന്നത്. NBTC കമ്പനിയുടെ ഹൈപ്പർ മാർക്കറ്റിൽ കാഷ്യറായാണ് ബാഹുലയൻ ജോലി ചെയ്തിരുന്നത്. ബാഹുലയൻ 1 വർഷം മുൻപാണ് അവസാനമായി നാട്ടിൽ വന്നുപോയത്. കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും മരണവാർത്ത ഇപ്പോഴും ഉൾക്കൊള്ളാനായിട്ടില്ല. പുലാമന്തോൾ തുരുത്തിൽ ബാഹുലയനാണ് മരണപ്പെട്ടതായിട്ടുള്ള വിവരം വീട്ടുകാർക്ക് ലഭിച്ചിട്ടുള്ളത്. 36 വയസ്സ് മാത്രമേ അദ്ദേഹത്തിന് ആയിരുന്നുള്ളൂ. അദ്ദേഹം കുവൈത്തിൽ ഒരു സൂപ്പർ മാർക്കറ്റിൽ ആയിരുന്നു ജോലി ചെയ്തിരുന്നത്. ഇന്ന് രാവിലെയാണ് അദ്ദേഹത്തിൻ്റെ മരണം സ്ഥിരീകരിച്ച വിവരം വീട്ടുകാർക്ക് ലഭിക്കുന്നത്. നമ്മളിപ്പോൾ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുൻപിലാണുള്ളത്. ആളുകളൊക്കെ അറിഞ്ഞെത്തുന്നു. പലരും വീട്ടിലെത്തി അവരെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പിതാവ് മുൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ പല പ്രാദേശികമായിട്ടും ജില്ലാതലത്തിലുള്ള രാഷ്ട്രീയക്കാരൊക്കെ ഇവിടേക്ക് എത്തുന്നുണ്ട്. നമ്മളിപ്പം ഒരു മെമ്പറായിട്ടുള്ള ലഷ്കർ വരുന്നുണ്ട്. എപ്പോഴാണ് ഈ ഒരു വിവരം അറിഞ്ഞത്? ഇന്നലെ വൈകിട്ടാണ് ഈ കാര്യങ്ങൾ ഒരു ഫോണിലൂടെ നമ്മുടെ നാട്ടിൽ തന്നെ ജിഷാം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കമ്പനിയുടെ PR ഉണ്ട്. അദ്ദേഹം ഇങ്ങനെ ഈ ആളെ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് 3 ഭാഗമായിട്ട്, അതായത് ഒന്ന് ശ്വാസവാതക പ്രകാരം അതുപോലെ കത്തിക്കെറിഞ്ഞ് അതുപോലെ ബിൽഡിങ്ങിൽ നിന്ന് ചാടിയത്, ഈ 3 അതിൽ മരണങ്ങൾ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ ഹോസ്പിറ്റലിലേക്ക് അന്വേഷിച്ച് ഇന്നലെ വൈകുന്നേരം വരെ വിവരം കിട്ടിയിരുന്നില്ല. ഇങ്ങനെ ആളെ തെരഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാവിലെ ഔദ്യോഗികമായിട്ടൊരു മരണപ്പെട്ടു എന്നുള്ള ഒരു സ്ഥിരീകരണവും ഇവിടെ നാട്ടിൽ നമ്മളെ ആളുകളൊക്കെ ബന്ധപ്പെട്ടേക്ക് അതിനൊരു സ്ഥിരീകരണം ഇട്ട്. വൈകുന്നേരം വരെ അച്ഛനോട് ഈ കാര്യങ്ങൾ പറഞ്ഞിരുന്നില്ല. ഈ കാര്യങ്ങൾ എന്താ സംഭവിച്ചത്. അച്ഛനും ഇന്നലെ വൈകിട്ടൊക്കെ അങ്ങനെ നമ്മളെ പരിദ്വാബ് പറഞ്ഞ നമ്മളെ മുൻ മെമ്പറൊക്കെ വിളിച്ചിരുന്നു. അങ്ങനെ എന്താ സംഭവിച്ചത് അറിയാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ കമ്പനിയിലാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അപ്പം ഇന്ന് രാവിലെ ഈ കാര്യങ്ങൾ അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തി ഔദ്യോഗികമായിട്ട് അറിയിച്ചിട്ടുണ്ട്. വളരെ പ്രയാസത്തിലാണ്, സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു കുടുംബമാണ്. അദ്ദേഹം ഒരു മുൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാണ്. മുഴുവൻ സമയ പൊതുപ്രവർത്തനമായി നടക്കുന്ന ആളായി. ഈ കുട്ടീനെ ആശ്രയിച്ചാണ് അദ്ദേഹത്തിന്റെ ജീവിതം. വരുമാന സ്രോതസ് അതാണ് ഇപ്പോൾ നിലച്ചിട്ടുള്ളത്. കാരണം